ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ബെർണാഡിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അധികം ഒന്നും കേട്ടിട്ടില്ലാത്തൊരു വിശുദ്ധനാണ്. പക്ഷേ ഈ വിശുദ്ധൻ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ സ്പർശിച്ചത് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിശുദ്ധൻ്റെ മാതൃക സ്വീകരിക്കുവാനും വിശുദ്ധനെ ചങ്കോട് ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ് എത്രയും ദയയുള്ള മാതാവ് എന്ന പ്രാർത്ഥന. പ്രാർത്ഥന ചൊല്ലിയത് വിശുദ്ധ ബെർണാഡാണ്. ബെർണാഡിൻ്റെ പ്രാർത്ഥനയാണത്. അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള ശക്തമായ ഒരു വലിയൊരു ആഴമായ സ്നേഹം, അതുപോലെ വിശുദ്ധ ഗ്രന്ഥം അത് നന്നായിട്ട് പഠിച്ച് വ്യാഖ്യാനം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഒത്തിരിയേറെ ആളുകളെ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവരെ തിരിച്ചു കൊണ്ടുവരണം, മാനസാന്തരപ്പെടുത്തുവാനും ക്രിസ്തുവിലേക്ക് നയിക്കുവാനും ഒക്കെ ഏറെ പരിശ്രമിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും എല്ലാവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. തൻ്റെ ലളിതമായ ജീവിത ശൈലിയിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ ഒത്തിരിയേറെ ആളുകളെ ശിലാഹൃദയമായിരുന്ന, കല്ലുപോലെ മരവിച്ചിരുന്ന സ്വാർത്ഥതയുടെയും അതുപോലെ തന്നെ ലൗകികതയുടെയും ഒക്കെ ശിലാഹൃദയമായി നടന്നിരുന്നവരെയൊക്കെ കർത്താവിൻ്റെ പക്കലേക്ക് എത്തിക്കുകയും അവരെയൊക്കെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനൊക്കെ പരിശ്രമിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബെർണാഡ്. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യമാണ്. അതായത് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതുപോലെ ദൈവത്തോടുള്ള ഒരു വലിയ സ്നേഹവും പ്രതിബദ്ധതയും, അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയെ നമ്മുടെയൊക്കെ അമ്മയായി ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ള വലിയ മാതൃക ഈ വിശുദ്ധനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട വായനകളിലും പ്രത്യേകിച്ച് ഒന്നാമത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പറയുന്ന കാര്യമാണ്. തകർന്ന ഒരു ജനത്തിന് ദൈവം നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്, നിങ്ങളുടെ ഉള്ളിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം തരും. നമ്മുടെ ഹൃദയമൊക്കെ മാംസലമായ ഹൃദയമാണ്. പക്ഷേ ഈ ഒരു പ്രതീകമായിട്ട് ഇത് പറഞ്ഞു വയ്ക്കുകയാണ്. വചനം പറയുന്ന കാര്യമാണ്. അതായത് ഒത്തിരിയേറെ സ്വാർത്ഥതയും ലൗകികതയും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭരണം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം തുടിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അവിടെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. വീണ്ടും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത് വിവാഹ വിരുന്നിൻ്റെ ഉപമയിലൂടെ സ്വർഗരാജ്യത്തെ ഉപമിക്കുന്ന ഈശോയാണ്. ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, സ്വർഗരാജ്യം എന്നത് പ്രത്യേകിച്ച് ഒരു വിവാഹ വിരുന്ന്, രാജാവ് തൻ്റെ മകന് വേണ്ടി വിവാഹ വിരുന്ന് ഒരുക്കിയപ്പോൾ വിവാഹ വിരുന്നിലേക്ക് ആളുകളെ ക്ഷണിച്ചു, വിശിഷ്ട വ്യക്തികളെയൊക്കെ വിളിച്ചു. പ്രത്യേകിച്ച് രാജകൊട്ടാരത്തിലെ ഒരു വിരുന്നാകുമ്പോൾ അവർ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളെയാണ് വിളിക്കുന്നത്. പക്ഷേ അവരാരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ അതിന് പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന വഴിക്കവലകളിലുണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ ഒരു വിളിയോട് ഒരു പ്രതിബദ്ധതയും അതിനോടൊരു പ്രത്യുത്തരവും ഒക്കെ നൽകാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിളി മറ്റുള്ളവരിലേക്ക് പോവുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിളിയെക്കുറിച്ചാണ് ഇന്ന് വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുക. അത് വേറെ ഒന്നുമല്ല, സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതിനെ പറ്റി. അതായത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നൊക്കെയുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ വിളിയിൽ പങ്കുചേരുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. അവിടെ ലൗകികതയും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാളൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ ആ ഒരു വലിയ ഹൃദയത്തിൻ്റെ ആ ഒരു സ്പന്ദനം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. മറ്റുള്ളവരോട് സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ഈ ഒരു ജീവിതം മുഴുവനും ദൈവിക സ്വഭാവത്തിൽ വളരുവാനൊക്കെ ആയിട്ട് നമ്മൾ പരിശ്രമം എടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒത്തിരിയേറെ ആളുകളെ വിളിച്ച ഒരു വിവാഹ സദ്യയായിരുന്നു. പക്ഷേ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. നമ്മുടെയൊക്കെ പേരുകളും ഈ ഒരു സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ, നിത്യവിരുന്നിൽ നമ്മുടെയൊക്കെ പേരുകൾ ചേർക്കപ്പെടാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്താം. ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ വചനഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബെർണാഡിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവെ നിന്നെ സ്നേഹിക്കുവാനും നിനക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വിളിയോട്
നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു വലിയ വിളിയോട് ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും താല്പര്യത്തോടെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.